ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനു സിനു ലൈവ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തത് എങ്ങനെയാണ് ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എങ്ങനെയാണ് ഒരു ത്രിൽ വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ എങ്ങനെയാണ് വീഡിയോസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അത് ഫോട്ടോസൊക്കെ എങ്ങനെയാണ് ഒരു വീഡിയോസ് ത്രിൽ വീഡിയോസ് ആയിട്ട് റീലാക്കി എഡിറ്റ് ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത്. സോ അതിനൊക്കെയുള്ള ഒരു കിഡിൽ ആപ്പുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. സോ അതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾസ് ആപ്പാണ് നമ്മുടെ VN ആപ്പ്. സോ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ, കാരണം ഇതിൻ്റെ ബേസിക്കൽസും ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ ഷേപ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു VN ആപ്പിൽ വാട്ടർമാർക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല, അതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ VN ആപ്പിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ പോവുകയാണ്. സോ വീഡിയോയിലോട്ട് കിടക്കുന്ന മുന്നേ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഉടനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നെക്കി പൊടിച്ചോളൂ. അതുപോലെ തന്നെ തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കറാറ്റിക്സ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് ലെറ്റ്സ് ഗോ. സോ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ച് ബട്ടൺ ജസ്റ്റ് VN ആപ്പ് എന്ന് വീഡിയോ എഡിറ്റിംഗ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻ്റർഫേസ് കിട്ടും. അതിൽ താഴെ കാണുന്ന VN എന്നുള്ള ലോഗോ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻസ്റ്റാൾ എന്ന് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ VN ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മെത്തേഡ് ഉണ്ട്, കാരണം നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളവർക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ VN ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഈ ആപ്പിലേക്ക് നമ്മൾ ലോഗിൻ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു വിൻഡോ ആയിരിക്കും ഫസ്റ്റ് നമുക്ക് വരുന്നത്. സോ ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ സെക്കൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പുതുതായ ഒരു സംഭവം, അതായത് പുതുതായി ഒരു സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഈ ഒരു സിസ്റ്റം, അതായത് ഈ ഒരു സിസ്റ്റർ എന്നുള്ള ലോഗോയുള്ള ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിയിലുള്ള ഇമേജ് അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ തരുന്ന ചോയ്സ്, അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ ഓൾ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ആയിരിക്കും മിക്സഡ് ആയിരിക്കും ആ ഒരു സമയത്ത് കാണിക്കുന്നത്. വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലുള്ള വീഡിയോസുകൾ മാത്രം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫോട്ടോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫോട്ടോസുകളായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻസുകളാണ് തരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇതിന് മുകളിലുള്ള ഓരോ ടൂൾസുകളാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലുള്ള ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഫസ്റ്റ് തരുന്നത്. സെക്കൻഡ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഷേപ്സ്, അതായത് ഒരു ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യാനും അതിൽ നിന്ന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ആഡ് ചെയ്യാനും അത് ബാക്ക്ഗ്രൗണ്ട് നോ എന്നുള്ള ഓപ്ഷൻസിലേക്കൊക്കെ കണ്ടീഷൻസ് കൊണ്ടുവരാനാണ് ഈ ഒരു സെറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ടൂൾസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഒരു ഇൻട്രോയാണ്. അതായത് ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവരുടെ ഫസ്റ്റ് ഒരു ഇൻട്രോ, അതായത് നെയിം ചാനൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് സബ് ടൈറ്റിൽ എന്നുള്ള ചൂസ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു 3 ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. സോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ ഇൻട്രോ കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് മേക്കിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനാണ് നമ്മുടെ വീഡിയോസ്, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവത്തിൽ ആഡ് ചെയ്യാനാണ് ഈ ഒരു സബ് ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് എന്നുള്ളതിൽ നിന്ന് 3 വീഡിയോസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന വീഡിയോസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഓൾറെഡി സെലക്ട് ആണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിലേക്കാണ് നേരെ ഡയറക്റ്റ് പോകുന്നത്. സോ ഫേസ് ആയിരിക്കും നമുക്ക് ആദ്യം ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു എഡിറ്റിങ്, അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് കറണ്ട് കഴിഞ്ഞാൽ വേറൊരു ഷേപ്പിലാണ് ഈ ഒരു വീഡിയോ നിൽക്കുന്നത്. അതായത് ഫസ്റ്റ് വീഡിയോ ഇതാണ് എൻ്റെ വീഡിയോ, ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് ആണ് ഈ ഒരു വീഡിയോ. സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലവർ വീഡിയോ ആണ്. ഈ ഒരു ഫ്ലവർ ഈ വീഡിയോയിൻ്റെ ഷേപ്പ് നിൽക്കുന്നത്, അതായത് അതിൻ്റെ ആംഗിൾ അത് യൂട്യൂബിൻ്റെ സൈസിലാണ് 2 വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു വീഡിയോ നിൽക്കുന്നത് നമ്മളെ റീല്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഷോർട്സ് റീലിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഒരു വീഡിയോ നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ ആണ് ആ റീലിൽ നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വീഡിയോ നമുക്ക് ഏത് ആംഗിളിലേക്കാണ്, അതായത് ഏത് സൈസിലേക്കാണ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഐഡൻറ്റിഫൈ നമുക്ക് വേണം. അതായത് ഇപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യൽ നമ്മൾ യൂട്യൂബ് ആംഗിളിലായിരിക്കും. അതുപോലെ തന്നെ ഷോർട്സ്, റീൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആംഗിൾ ചെയ്യണമെങ്കിൽ ഈ ഒരു ആംഗിളായിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ഞാൻ ഇവിടെ ആദ്യം ചെയ്യേണ്ട ഒരു ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ ഈ ഒരു മുകളിലുള്ള ടൂൾസുകളാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒറിജിനൽ എന്ന് പറയുന്ന ഇതുണ്ട്, അതായത് ഇതാണ് ഇതിൻ്റെ നമുക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഒരുപാട് ടൂൾസ്, അതായത് ഒരുപാട് ചോയ്സുകൾ നമുക്ക് ആംഗിൾസുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ആംഗിൾസുകളുണ്ട് ആപ്പിൾ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ഫേസ്ബുക്കിൽ, അതുപോലെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അതുപോലെ ടിക്ടോക്ക്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ ആംഗിൾസുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. 6 അതായത് 16.9 ആംഗിളിലാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത്. അതായത് ഈ ഒരു വീഡിയോ, അതായത് പിന്നെ ജസ്റ്റ് ഒന്ന് ആ ആംഗിൾ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ യൂട്യൂബ് ആംഗിളിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് യൂട്യൂബിൻ്റെ സൈസിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയും നമ്മുടെ തേർഡ് വീഡിയോ, അതായത് ഇതിൻ്റെ അപ്പുറത്തുള്ള ഈ ഒരു വീഡിയോയും എടുക്കുന്നത്. എന്നാൽ പോലും ഈ ഒരു വീഡിയോ നിൽക്കുന്നത് ഈ ടിക്ടോക്ക് സൈസിലാണ്. എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽ ഈ ഒരു 1.1 എടുക്കുന്ന ഇതിലാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽ വിടുന്ന, പോസ്റ്റ് വിടുന്ന ആംഗിളാണ് ഈ ഒരു ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന എല്ലാ വീഡിയോസും ഈ ഒരു ആംഗിളായി മാറും. അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് സൈസ് വീഡിയോ ആയാലും ഇൻസ്റ്റാഗ്രാം സൈസ് വീഡിയോ, നമുക്ക് ഏത് ആംഗിളാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആ ആംഗിളിൽ മാറുന്നതാണ്. നമുക്ക് ഇവിടെ ഒരുപാട് ആംഗിൾ അവൈലബിൾ ആണ്. ഇവിടെ പല തരത്തിലുള്ള ആംഗിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. സോ അപ്പോൾ ഏത് ആംഗിളാണ് ഇവിടെ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഒരു വീഡിയോസ് സെലക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ട സംഭവം ഇതാണ്. അതായത് നമ്മുടെ ആംഗിൾ, അതായത് നമ്മുടെ സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള മെയിൻ മുകളിലുള്ള ടൂൾസുകളാണ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 ഡോട്ട് കാണാം. ജസ്റ്റ് ഇത് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഷെയർ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. തേർഡ്, ഇത് നമുക്ക് ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും PDF ആയോ അങ്ങനെ സേവ് ആസ് എന്നുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സേവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ആണ് ഈ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഇത് മെയിനാണ്. അതായത് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മളിത് സേവ് ചെയ്യണം. അതായത് നമ്മളുടെ ഗാലറിക്ക് ഫയലിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്, അതായത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ലാസ്റ്റ് ഈ ഒരു യെല്ലോ കളറിലെ ഐക്കൺ എന്നുള്ളത്. സോ ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻട്രൊഡക്ഷനിലേക്കാണ് വരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സൗണ്ട് എഫക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, അതായത് ഈ ഒരു ബട്ടർഫ്ലൈന് പറക്കുന്നതോളം അതിൻ്റെ ആ ഒരു സൗണ്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എഡിറ്റിങ്, ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് ടൈം ഇവിടെ എഡിറ്റിങ് ചെയ്യുകയാണെങ്കിലും അവനക്ക് ആദ്യം അറിയേണ്ടത് ജസ്റ്റ് ആ ഒരു ഇപ്പോൾ ഇതുപോലുള്ള സൈസും അതുപോലെ തന്നെ കട്ടിങ്സ് ആണ്. അതായത് സൗണ്ടും ആ ഒരു സൗണ്ടും, അതായത് നമ്മൾ വീഡിയോസ് രണ്ടും സെപ്പറേറ്റ് വീഡിയോസിൻ്റെ വോയിസ് മെസ്സേജ് മാനേജ് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വോയിസ്, അതായത് ഇപ്പോൾ ഈ ഒരു ഈ വീഡിയോയിലുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ ഒരു വേറെ മോഡലാണ്. പക്ഷേ ഇതിലുള്ള മ്യൂസിക്, സോ ഇതിൽ മ്യൂസിക് ഇല്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ നോക്കട്ടെ. സോ ഇതിൽ മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 വീഡിയോയിൽ സെൻട്രലിലത്തെ വീഡിയോയിൽ മ്യൂസിക് ഇല്ല. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതിലുള്ള മ്യൂസിക്കുകളൊക്കെ എനിക്ക് മ്യൂട്ട് ചെയ്തിട്ട്, അതായത് ഈ ഒരു വീഡിയോയിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് മ്യൂട്ട് ചെയ്തിട്ട് ന്യൂ മ്യൂസിക് ഈ ഒരു 3 വീഡിയോയിലും ആഡ് ചെയ്യണം. അതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതായത് എനിക്ക് ഈ ഒരു വീഡിയോയിലുള്ള മ്യൂസിക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിലുള്ള വോളിയം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതായത് താഴെ വരുന്ന വോളിയത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സംഭവം വരും. അതായത് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ വോളിയം എന്നുള്ള 100% ഇന്ന് കിടക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഈ ഒരു വോയിസ്, അതായത് ഈ ഒരു മ്യൂസിക് 100 ഇതിലാണ്. എനിക്കിനി ഇത് കൂട്ടണമെങ്കിൽ, അതായത് വോളിയം ഇനിയും കൂട്ടണമെങ്കിൽ ജസ്റ്റ് 150 വരെയാണ് ഈ ഒരു ആപ്പിൻ്റെ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കുറച്ചും കൂടി സൗണ്ട് എഫക്റ്റ് കൂടുന്നുണ്ട്. എനിക്ക് ഇത് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഡ്രാഗ്, അതായത് ജസ്റ്റ് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി അവിടെ മ്യൂട്ടായി എടുക്കുന്നതാണ്. ഇനി ഈ ഒരു 3 വീഡിയോയിലും ഇപ്പോൾ ഓൾറെഡി മ്യൂസിക് ഉണ്ട്. അതായത് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ മ്യൂസിക് സെപ്പറേറ്റ് മ്യൂസിക്കാണ്. അതെനിക്ക് ഒറ്റ സമയത്ത്, അതായത് എല്ലാതും ഒരു സമയത്ത്, ഇപ്പോൾ 30ൻ്റെ സംതിങ് മുകളിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് ഓരോന്നും മ്യൂട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു ടാസ്ക് അവിടെ വരുമ്പോൾ അതിനുള്ള ഒരു ട്രിക്ക് ഇവിടെ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു 30 വീഡിയോസ് ആണെങ്കിൽ ഏത് ഇതിലാണ് നമ്മൾ എല്ലാ വീഡിയോസിൻ്റെ സൗണ്ട് വേണ്ടത് അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ടു ഓൾ എന്നുള്ള ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡബിൾ ടിക്ക് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ള 3 വീഡിയോയിലുള്ള മ്യൂസിക് ഓൾറെഡി മ്യൂട്ടാണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതിലുള്ള മ്യൂസിക് മ്യൂട്ടാണ്. ഇനി എനിക്ക് ഇതിൽ ആവശ്യമുള്ളത് പുറമേ ഒന്ന് വരുന്ന ഒരു മ്യൂസിക് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇതിലുള്ള മെയിൻ ടൂൾസുകളെയാണ് ഇത്രയേ ഉള്ളൂ. അതായത് ഇനി നമ്മൾക്ക് ഒരു വീഡിയോസാണ് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ഇവിടെയുള്ള 1 ടിക്ക് എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയുള്ള എല്ലാ വീഡിയോസിനും എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ടു ഓൾ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി വേണ്ടെങ്കിൽ ജസ്റ്റ് റോങ് എന്നുള്ള ജസ്റ്റ് ഇതൊന്ന് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആകുന്നതാണ്. സോ അതുപോലെ തന്നെ ഫസ്റ്റത്തെ ടൂൾസുകളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെയുള്ള ഒരു ടൂൾസുകൾ, അതായത് ഇപ്പോൾ നമ്മൾ മ്യൂസിക് മ്യൂട്ട് ചെയ്യാനാണ് പഠിച്ചത്. അതുപോലെ തന്നെ ഇനി ഇതിൽ വരുന്ന ഒരു മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്ലേ ചെയ്യാനും, അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് ആ ഒരു വീഡിയോൻ്റെ ബാക്കും ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു ചിഹ്നങ്ങളാണ് ഇവിടെ, ഒരു സിമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഫുൾ സ്ക്രീൻ കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് ഫുൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ, ഒന്ന് ഫുൾ സ്ക്രീൻ കാണാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സംഭവം ഈ ഒരു വീഡിയോ എൻ്റെ കൈ തട്ടി അറിയാതെ ഡിലീറ്റ് ആയി എന്ന് വിചാരിച്ചോ, അപ്പോൾ അത് എനിക്ക് അതായത് അൺഡു ചെയ്തിട്ട് അത് വീണ്ടും എനിക്ക് അത് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ വീഡിയോ അവിടെ വന്നിട്ടുണ്ടാവും. ഇനി അത് എനിക്ക് റിമൂവ്, അതായത് ഞാനിപ്പോൾ അത് എടുത്തു, അത് എനിക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ആരോ മാർക്കിൻ്റെ ഓപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാൻസും, അതായത് ഇങ്ങനത്തെ ഒരു അവസരം ഇതിലുണ്ട്. കാരണം നമ്മളെ കൈ തട്ടി അബദ്ധമായിട്ട് ഡിലീറ്റ് ആക്കണമെങ്കിലും ഡിലീറ്റ് ആയി പോയാലും നമുക്കത് വീണ്ടും എടുക്കാനും അത് റിമൂവ് ചെയ്യാനും നമുക്കിതിൽ പറ്റുന്നതാണ്. സോ അടുത്ത ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ മ്യൂസിക് പറഞ്ഞ സംഭവമില്ല, ഏതെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉള്ളത് പറഞ്ഞാൽ ഇതിന് മ്യൂസിക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ മ്യൂസിക് ഇല്ല, എനിക്കിതിൽ ആദ്യം മ്യൂസിക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ വരുന്ന മ്യൂസിക് എന്നുള്ള പ്ലസ്, അതായത് മ്യൂസിക് ആഡ് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. ഒന്ന് എഫക്റ്റ്, അതുപോലെ തന്നെ റെക്കോർഡിങ്, അതുപോലെ തന്നെ മ്യൂസിക്. അപ്പോൾ ഫസ്റ്റ് തന്നെ മ്യൂസിക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൽ നിന്ന് അവൈലബിൾ ആകുന്ന കുറച്ച് മ്യൂസിക്കുകളാണ് ഇവിടെ നമുക്ക് വരുന്നത്. അത് ഇവിടെ വ്ളോഗിനായിട്ട് യൂട്യൂബേഴ്സിന് യൂസ് ചെയ്യാനുള്ള മ്യൂസിക്കുകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മ്യൂസിക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടത്തിലുള്ള ഫസ്റ്റ് മ്യൂസിക് തന്നെ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർ എന്നുള്ള ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താലുണ്ടാവുന്ന യൂസ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരുപാട് മ്യൂസിക്കിൽ നമുക്ക് ഒരു മ്യൂസിക് 2 മ്യൂസിക് ഏറ്റവും കംഫർട്ടബിൾ ആയി തോന്നി കഴിഞ്ഞാൽ അത് ജസ്റ്റ് സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേഗം വേറൊരു വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അതായത് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു വീഡിയോ ഇവിടെ നോക്കി, അതായത് ആ ഒരു മ്യൂസിക് എനിക്ക് ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ആ മ്യൂസിക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ മ്യൂസിക് അതിൻ്റെ അതായത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിലേക്ക് കേട്ടണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് ഓൾറെഡി ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ചൂസ് ഉണ്ട്. കാരണം വോളിയം കുറയ്ക്കണമെങ്കിൽ ഇവിടെ വോളിയം കുറക്കാം. അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റിന്ന് വരുന്ന മ്യൂസിക് ജസ്റ്റ് ഒരു ഹൈ ആയിട്ട് ലോയിൽ നിന്നും ഹൈ ആയിക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ വെക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻസിലായിരിക്കും ഇത് 2 ടൂൾസും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, അതായത് മ്യൂസിക്കിന് ബേസ് ചെയ്തിട്ടുള്ള ടൂൾസുകളാണ്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത്, അതായത് കട്ട് ചെയ്യേണ്ട ഭാഗത്ത് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഇത്ര ഭാഗങ്ങൾ മതി എന്നുള്ളതാണെങ്കിൽ ഇത്ര ഭാഗം കൊടുക്കുക. ഇനി എനിക്ക് ഫുള്ള് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കംഫർട്ടബിൾ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്തിട്ടുള്ള വീഡിയോൻ്റെ മുകളിൽ ഈ ഒരു മ്യൂസിക് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു മ്യൂസിക്. കാരണം ഈ ഒരു 3 വീഡിയോയിലും ഈ ഒരു ഒറ്റ മ്യൂസിക്കാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏത് സംഭവമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് ഡിലീറ്റ് ആക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഇതിൽ തന്നെ എല്ലാ ഓപ്ഷൻസും മുകളിൽ തന്നെ ഉണ്ട്. മ്യൂസിക്, ടെക്സ്റ്റ് മെസ്സേജ്, അതുപോലെ തന്നെ സൈഡ് ഈ വീഡിയോസ് കാര്യങ്ങളും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ആക്കാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. കാരണം ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതുണ്ട്. അതുപോലെ ലോക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഇത് ഡിലീറ്റ് ആവാതെയുള്ള ഓപ്ഷൻസുകളുണ്ട്. ഇനി എന്തെങ്കിലും എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിന് നമുക്ക് അവൈലബിൾ ആണ്. ഈ അത് കഴിഞ്ഞിട്ട്, അതായത് മ്യൂസിക് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഫക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ കിട്ടും. കാരണം ഇപ്പോൾ നമ്മളൊരു വീഡിയോസിൽ എനിക്ക് ഇപ്പോൾ ഇടി വരുന്ന അല്ലെങ്കിൽ ഒരു മഴ വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മഴൻ്റെ അല്ലെങ്കിൽ ഇടിൻ്റെ ഒരു സ്കില്ല് വീഡിയോസ് അതിൽ ഒരു മ്യൂസിക് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ചാൻസ് ഇതിലുണ്ട്. അല്ലാതെ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് വേണം, അതായത് ഇടി വെട്ടുന്ന ആ ഒരു മ്യൂസിക് എനിക്ക് ഇവിടെ ഞാൻ എടുത്ത് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് കയറ്റിയിട്ടുണ്ട്. സോ ആ ഒരു മഴ വരുന്ന ഇടി വരുന്ന മ്യൂസിക്കാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ ഇവിടെ വർക്കിംഗ് ആയിട്ടുണ്ട്.
അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഏകദേശം ഇതിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. റോക്കറ്റിൻ്റെ ഉണ്ട്, കാറിൻ്റെ ഐറ്റംസുകളുണ്ട്, ഇനി കൈ ഹാപ്പിനെസ്സിലുള്ള ഐറ്റംസ് ഉണ്ട്, റിങ്ങിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ എഫക്റ്റുകൾ നമുക്ക് മൊബൈൽ ഫോണിലുള്ള റെക്കോർഡിംഗ് ആയിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചൂസ് ചെയ്ത നമ്മളെ ലവ് ചെയ്ത്, അതായത് സ്റ്റാർ ചെയ്തത് ഇപ്പോൾ പല സിമ്പിൾസാണ് വരുന്നത്, ഇതിൽ സ്റ്റാർ മോഡലാണ് വരുന്നത്. അപ്പോൾ സ്റ്റാർ ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ തേർഡ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ആണ്. അതായത് ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോൻ്റെ അവിടെ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു തേർഡ് വീഡിയോയിലാണ് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പ്ലേ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി റെക്കോർഡിംഗ് ആണ്. അപ്പോൾ റെക്കോർഡിങ്ങിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. ഇനി ഈ ഒരു റെക്കോർഡിംഗ് റോങ് ആണെങ്കിൽ ജസ്റ്റ് ഈ റോങ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി റോങ് ആയി പോയി, നമുക്ക് വേറെ ചൂസ് ചെയ്യാം. ഇനി ഇത് കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കറക്റ്റ് ആവും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ആ ഒരു റെക്കോർഡിംഗ് ഇവിടെ ഈ ഒരു വോയിസ് മെസ്സേജിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ റെക്കോർഡിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ ഈ ഒരു റെക്കോർഡിംഗ് നടക്കാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇത്ര ടൂൾസുകളാണ് ഈ ഒരു സൗണ്ട്, അതായത് മ്യൂസിക് എഫക്റ്റിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഞാൻ മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിലുള്ള മ്യൂസിക്കിൻ്റെ പുറമെ നമുക്ക് മൈ മ്യൂസിക് ആയിട്ടുള്ള നമ്മളുടെ ഫയലിൽ നിന്നോ നമ്മളുടെ ഗാലറിയിൽ നിന്നോ നമുക്ക് മ്യൂസിക്കുകൾ ഈ ഒരു വീഡിയോസിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് നമ്മളുടെ സൈസ്, അതായത് നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരുപാട് സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ആംഗിൾസും അതുപോലെ ഏത് ആംഗിളാണ് നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചൂസ് ചെയ്ത് ആ വീഡിയോസൊക്കെ അതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ഇഷ്ടമുള്ള മ്യൂസിക് നമുക്ക് മ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആഡ് ചെയ്യാനും എഫക്റ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസുകളായാലും ഫുൾ വീഡിയോസിന് നമുക്ക് വോയിസ് കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഈ ഇത്ര ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഷേപ്സ്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ഷേപ്സ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിലേക്കായിരിക്കും ആ ഒരു വീഡിയോ ഫസ്റ്റ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സൈസിലേക്കാണ് വീഡിയോ കൺവേർട്ട് ചെയ്യുന്നുള്ള ഒരു ഐഡൻറ്റിഫൈ വേണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മ്യൂസിക് നമുക്ക് ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു വീഡിയോന് മ്യൂസിക് ഹോൾഡ് ചെയ്ത് ഇനി ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് കൊടുത്തിട്ടുള്ള മ്യൂസിക് ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു അതായത് ആ വീഡിയോൻ്റെ മ്യൂസിക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇനി അത് രണ്ടും കൂടി വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഇപ്പോൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതും ഇതിലുണ്ട്, അതായത് ഈ ഒരു ടൂൾസ് ഇതിലൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും ആപ്പ് ചെയ്യുന്ന ടു ഓൾ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലുള്ള മെയിൻ സംഭവങ്ങളാണ്, അതായത് മെയിനായി അറിയേണ്ട, അതായത് നമ്മൾ മെയിൻ ആഡ് ചെയ്യേണ്ട കുറച്ച് സംഭവങ്ങളാണ് മ്യൂസിക്കും അതുപോലെ എഫക്റ്റും റെക്കോർഡിങ്ങും അതുപോലെ തന്നെ നമ്മളുടെ സൈസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടെക്സ്റ്റ് മെസ്സേജ് അതുപോലെ തന്നെ സൈഡ് വീഡിയോസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും, കട്ട് എന്നുള്ള സ്ഥലത്ത് കട്ട് ചെയ്യാനും അവിടെ നമുക്ക് എങ്ങനെയാണ് ഫോക്കസ് ചെയ്ത് സൂം ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എല്ലാ വീഡിയോയിലും അടുത്ത പാർട്ടിലായിരിക്കും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം നമ്മളുടെ മെയിൻ ടൂൾസുകൾ കാര്യങ്ങളായിട്ടുള്ള 2-3 ടൂൾസ് കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും മ്യൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. സോ അടുത്തൊരു പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു സേവ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എക്സ്പോർട്ട് നിങ്ങൾക്ക് ഏത് MB-യിലാണ് നിങ്ങൾക്ക് 360 FB-യിലാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലുള്ള ചാൻസ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോ അടുത്ത സ്റ്റെപ്പ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.